ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ഗെയിമിലോട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോണേ QVSMലാണ്. ഇത് ഡേ 3 ആണ്. നമ്മുടെ ഡേ 3, സെർവറിൻ്റെ ഡേ 3 അല്ല, നമ്മുടെ ഡേ 3. അപ്പോൾ ഇപ്പം ഇതിനു മുമ്പ് ഞാനൊരു നമ്മുടെ ഡേ 2 അല്ലാണ്ട് വേറൊരെണ്ണം ഞാൻ കുറച്ചുകൂടി റെക്കോർഡ് ചെയ്തായിരുന്നു. പക്ഷെ എൻ്റെ സംഭവം എന്നെ പണി കിട്ടിയെന്ന് വെച്ചാൽ ഞാനിവിടെ നിൽക്കുമായിരുന്നു. ചുമ്മാ ഞാൻ എങ്ങനെ ഡിലീറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പഠിച്ചു. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇപ്പം 5 ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ചുമ്മാ റാൻഡമായിട്ട് ക്ലിക്ക് ചെയ്ത് എന്നെ എങ്ങോട്ടോ കണ്ടായിട്ട് ടെലിപ്പോർട്ട് ചെയ്തതായി. അവസാനം എൻ്റെ ബേസ് കണ്ടുപിടിക്കാൻ ഒത്തിരി ഞാൻ കഷ്ടപ്പെട്ടു. അപ്പം അതിന് മുന്നേ ഈ ബേസിലോട്ട് ഞാൻ എങ്ങനെ എത്തി എന്നുള്ളത് ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടുപിടിച്ച ആ ബേസിൽ നിൽക്കുമായിരുന്നു. ആ ബേസിൽ നിന്നിട്ട് എന്താ പറയുക, ഞാൻ അവിടെ ചുമ്മാ കുറച്ച് നേരം ചില്ല് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. കയറിപ്പാടെ നിന്നാ അവൻ അപ്പൂസ് എന്ന് പറഞ്ഞ ഒരാൾ ഇതിൻ്റെ അകത്ത് ഇല്ല എന്നാണ് തോന്നണേ. ഇല്ല, അപ്പൂസ് എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ ബേസിൽ അവിടെ നമ്മൾ ആ നിന്നെടുത്തോട്ട് വന്നിട്ട് എന്താ പറയുക, നമ്മളെ വന്ന് അടിച്ച് പിന്നെ പോയി. അപ്പം ഞാൻ ചുമ്മാ റാൻഡമായിട്ട് വന്നായിരിക്കാണ്ട് പിന്നെയും വന്നു. പിന്നെയും നമ്മളെ വന്ന് അടിച്ച് തല്ലി കൊല്ലാനൊന്നുമല്ല, നമ്മൾ ചുമ്മാ എന്താ പറയുക, ഇപ്പോൾ ഇവിടെ ഞാനാണ് ഓർത്തത്. എന്നിട്ട് ചുമ്മാ അടിക്കുക ഓടുക ഇങ്ങനെയാണ് അവൻ ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അവൻ്റെ ബേസ് ആയിരിക്കും ചിലപ്പോൾ. നമ്മൾ ആദ്യം തന്നെ അവിടെ നെതർ പോർട്ടലൊക്കെ കണ്ടിട്ടുണ്ടായി, അവൻ്റെ ബേസ് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഇവിടം വരെ 10-12,000 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അയ്യോ, അത് RTP അടിച്ച് എങ്ങനെയൊക്കെ 5000 ബ്ലോക്കിലോട്ട് എത്തി. ഇതുണ്ട്, ഞാൻ ബേസ് മാർക്ക് ചെയ്തിട്ട് വരുവേത്. അതുകൊണ്ട് ആദ്യം തന്നെ ഇവിടെ വന്നത് ബാക്കിയുള്ള ഹോം എല്ലാം എടുത്ത് കളഞ്ഞിട്ട് എൻ്റെ ഈ ഒരൊറ്റ ബേസിന് മാത്രം ഹോം വെച്ചിട്ടുണ്ട്. അയ്യോ, അത് ഒറ്റ സംഭവമായിരുന്നു. ഇവിടെ എനിക്ക് ചെറിയ കഫും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ചാൽ നമ്മുടെ ബേസ് ഒന്ന് വൃത്തിയാക്കി എടുക്കണ്ടേ. ഇതൊരു ഐലൻഡ് ആണോ എന്ന് ചോദിച്ചാൽ ഐലൻഡ് അല്ല. ഇതുണ്ട്, ഞാൻ കാട്ടിത്തരാം. നമ്മുടെ മാപ്പ് എന്തുകൊണ്ടൊക്കെ ഞെക്കി. ഇതുണ്ടോ, ഈ ഒരൊറ്റ ഭാഗം മാത്രമേ വലിയ ഭാഗമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുള്ളൂ. ഇതങ്ങ് കുറച്ച് മുറിച്ച് കളഞ്ഞാൽ, ഇത്ര ഏരിയ കുറച്ച് മുറിച്ച് കളഞ്ഞാൽ പിന്നെ ഇത് ഐലൻഡാണ്. ഞാൻ അതാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു പാലമൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ നമ്മുടെ അത്യാവശ്യം ഹോമിന് വേണ്ടിയുള്ള ബിൽഡ്, ഓൾസോ നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം. കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്നിപ്പോൾ ആണെങ്കിൽ നമുക്ക് മരമൊക്കെ ഒന്ന് വെട്ടണം. ഇഷ്ടംപോലെ മരം ഉണ്ട്, അത് മൊത്തം ഒന്ന് വെട്ടണം. അതിന് മുമ്പ് ആദ്യം ഞാൻ നമ്മുടെ എമറാൾഡ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഫുഡൊക്കെ മേടിക്കാൻ പറ്റും കേട്ടോ. ഇതിവിടെ ഉണ്ടായിരുന്നല്ലേ സാധനം. ഒബ്സിഡിയൻ വേണ്ട. എന്തിനകത്ത് ഷെൽക്കർ ഉണ്ടായിരുന്നു 800 റോബക്സ്. അതിന് മുന്നേ എനിക്ക് ഒരു സംഭവമുണ്ട്. നമുക്ക് പൈസ ഒപ്പിക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് ഭയങ്കര ഈസിയാണ്. അതുപോലെ തന്നെ മറ്റേ കാര്യം കെൽപ്പ് ഓടിച്ച് വിറ്റാൽ ഞാൻ പിന്നെ പറയാൻ വന്ന മറ്റേ കാര്യം. ഞാൻ മറ്റേ വീഡിയോ ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഇവിടം വരെ തിരിച്ചു വരുന്ന സംഭവങ്ങളും ഒക്കെ, കാരണം അതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. നിങ്ങളെയും ചുമ്മാ കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ, എന്നാ കാണിക്കാനാ. അതുകൊണ്ട് ഞാൻ അതിടും തോന്നുന്നില്ല. പക്ഷെ ഞാൻ അടുത്ത ദിവസം വല്ല അത് ഇട്ട് എനിക്കറിയില്ല, നോക്കട്ടെ. ഈ പന്ന സാധനം നമ്മൾ അറ്റാക്ക് ചെയ്യും കേട്ടോ. നൈറ്റ് വിഷൻ ഒന്ന് ഇടട്ടെ, നോക്കട്ടെ. നൈറ്റ് വിഷൻ ഒന്ന് മാക്സിമം കൂട്ടി വരട്ടെ. എവിടെ മുറിച്ചിട്ട കെലിപ്പ് എവിടെ കിട്ടി. ഇത്ര സ്ഥലങ്ങൾ നമുക്ക് സെല്ല് ചെയ്യാം. അപ്പം നമ്മൾ വീണ്ടും സെല്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1.6K കിട്ടി. അത് ആക്ച്വലി കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. ഇവിടെ ഞാൻ ആദ്യം ടൈം കളയുന്നുള്ള, നമുക്ക് ടൈം ഭയങ്കര ലിമിറ്റഡ് ആണല്ലോ. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിലും കുറച്ച് അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ അപ്പോൾ ഒരു ആളും കൂടി നമ്മുടെ കൂടെ കളിക്കാനുണ്ട്. അത് എപ്പോഴൊന്നും കാണില്ല. മാസി, നമ്മളാ മൾട്ടിപ്ലെയർ കളിക്കുന്ന, നിങ്ങൾ പണ്ടത്തെ വീഡിയോ നോക്കിയാൽ അറിയാം. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ആ സാധനം ഇല്ലടാ, ആ മൾട്ടിപ്ലെയർ നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന സെർവർ ലോണും മാസിയൊക്കെ ആയിട്ട്.
എന്തോ പറ്റിയടാ സെർവറിന്, എനിക്കിപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റണില്ല. ഞാൻ നിങ്ങളൊരു ദിവസം കാട്ടിത്തരാം അതിന്. എടാ പിന്നെ ഒരു കാര്യമുണ്ട്, ഈ സെർവറിന് ഇതുണ്ടോ, മരം വെട്ടിക്കഴിയുമ്പോൾ വില പൊങ്ങി നിൽക്കൂല, അപ്പം തന്നെ വീഴും. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ട്. എടാ അപ്പോൾ ഇത് മൊത്തം ഒന്ന് ഞാൻ വെട്ടി തീർക്കട്ടെ. ഇല്ലെങ്കിൽ ഇപ്പം നമ്മളെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കാട്ടിത്തരാം. ഞാൻ ഫ്രീ ക്യാമുണ്ട്, ഇങ്ങനെ കഴിക്കണേ. ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം ഞാൻ വെട്ടിക്കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവും നോക്കാം. എന്നിട്ട് ഞാൻ ഏകദേശം ഇത് ഒരേ ലെവലിലോട്ടും മാറ്റാനാ. അതുകൊണ്ട് ഇതിപ്പോൾ ഇവിടെ ചെറിയൊരു കുന്നു പോലെ, ആ കുന്നിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ബേസ് സെറ്റ് ആക്കിയിരിക്കുന്നത്. നോക്കട്ടെ, ഞാൻ ബാക്കി സെറ്റാക്കാം. അപ്പം ഞാനൊന്ന് വെട്ടിയിട്ട് കാണാടാ. മിക്കവാറും ഞാൻ വെട്ടി തീരുള്ള, കുറച്ചേ വെട്ടിയുള്ളൂ. പക്ഷെ എങ്കിൽ തന്നെ ഞാൻ മടുത്ത്. കാരണം ഞാൻ ഇത് കുറേ നേരം ഇടയിരുന്ന് കളിക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ടാണ്. കുറച്ച് മുന്നാണ് ഞാൻ പറഞ്ഞില്ല അവിടെ ബേസ് ചെയ്ത് തിരിച്ചു വരാൻ ഇത്ര ടൈം എടുത്തറ, മടുത്ത് ഞാൻ. അതുകൊണ്ട് കാരണം നമുക്ക് മാസീനെ വിളിച്ചിട്ടേ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, നമുക്ക് തൽക്കാലം ഒരു കാര്യം ചെയ്താലോ, ചെറിയ ബേസ് സെറ്റ് ചെയ്താലോ. ഒരു ചെറിയൊരു വീട് പോലെ, നമ്മുടെ മറ്റേ അവിടെ ഉണ്ടാക്കിയ പോലെ, ഇവിടെ നമ്മുടെ ഒരു മൾട്ടിപ്ലസ് സെർവർ ഉണ്ടായിരുന്നല്ലോ, അതിലുണ്ടാക്കിയ പോലെ ഒരു ചെറിയ വീട് സെറ്റാക്കായിരുന്നു. ലോൺ ഇപ്പം തൽക്കാലം ബിസി ആണില്ലായിരുന്നു, നമുക്ക് അവനെയും കൂട്ടി ക്യുഫിൽ കളിക്കായിരുന്നു. അതാടാ. പിന്നെ അതുപോലെ നിങ്ങളെനിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു തരണോടാ, ഈ ടീം എങ്ങനെ ഒപ്പിക്കണേന്ന്, ടീം എങ്ങനെ സെറ്റാക്കുന്നതെന്ന് ഒന്ന് പറയണേ, അറിയാമെങ്കിൽ. അവിടെ അത്രേ ഉള്ളൂ ഞാൻ ചേട്ടാ. അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ, ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം. എടാ നമ്മൾ ഇപ്പോൾ കറണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ 147 സബ്സ്ക്രൈബേഴ്സാണ്. എടാ ഒത്തിരി താങ്ക്സ് ഉണ്ടടാ നിങ്ങൾ. ഞാൻ 3 കൂടി വന്നിടാം 150 സബ് അടിക്കാൻ. എടാ ഒത്തിരി താങ്ക്സ് ഉണ്ടടാ, പറഞ്ഞാൽ തീരത്ത് അത്ര നന്ദിയുണ്ട്. നിങ്ങളൊന്നും ഇല്ലേ നമുക്ക് ഇത്രയും നടിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം ഒന്നടിച്ച് ഇനിയും ഈ സപ്പോർട്ട് മുന്നോട്ട് കാണണം. പൈസ ഉണ്ടെങ്കിൽ ഞാൻ മൊത്തം ഒന്ന് വെട്ടി തീർക്കട്ടെ. എടാ അപ്പോൾ ഒരു കാര്യം, നമ്മൾ ഈ മരം വെട്ടുന്നതിനെക്കാട്ടിൽ ഇമ്പോർട്ടൻ്റ് എന്താണെന്നറിയോ, ആദ്യം മറ്റേ എടാ കുറച്ച് ടോർച്ച് വെക്കണം അവിടെ, ലൈറ്റ് കാണാം അവിടെ മുഴുവൻ. കാരണം ഇല്ലെങ്കിലേ ഫുള്ളും മറ്റേ കൂടി ജീവികൾ വരുടാ. ഞാൻ അത് മൊത്തം ലൈറ്റ് ചെയ്യട്ടെ. അവിടെ ചെറിയ രീതിക്ക് ലാഗ് അടിക്കുന്നുണ്ട് കേട്ടോ, അതെന്നാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ശരിയായിരിക്കും, ചെറിയൊരു ലാഗ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ റെക്കോർഡിങ്ങിന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. തൽക്കാലം എനിക്കിപ്പോഴാണ് ചെറിയ ലാഗേ ഉള്ളൂ. ഒരു പക്ഷേ അത് ഈ സെർവർ ലാഗ് ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നെറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടാവാം. അതുകൊണ്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയും നേരം ഇല്ലായിരുന്നു, എന്നറിയില്ല. അയ്യോടാ ഭയങ്കരമായിട്ട് ലാഗ് അടിക്കുന്നടാ, അത്ര സ്മൂത്ത് അല്ല FPS അത്ര. അല്ല വേണ്ട, കോർഡിനേറ്റ്സിലേക്കാവും. എടാ എനിക്ക് ഒരു കാര്യം, നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഒന്നും വന്ന് നമ്മുടെ ബേസ് അങ്ങനെ കണ്ടാലും എടുക്കല്ലേടാ, കാരണം കഷ്ടമുണ്ട്. എടുക്കലടാ പ്ലീസ്, അത്ര ഇങ്ങനെ പറയാനുള്ളൂ. നമ്മളിവിടെ വരെ സാധനം കഷ്ടപ്പെട്ടാണ്. ഞാൻ അതുകൊണ്ട് ആരുടെയും ബേസ് ഇപ്പോൾ എടുക്കാൻ നിൽക്കാറില്ല കേട്ടോ. ഞാൻ ആരുടെയും ബേസ് വിസിറ്റ് പോലും ചെയ്യാൻ നിൽക്കുന്നില്ല. കാരണം അവർ കഷ്ടപ്പെട്ടാക്കുന്നവന് നമ്മൾ എന്തിനാ എടുക്കണേ. അതുകൊണ്ട് അവിടെ ഇത് മൊത്തം ലൈറ്റ് തീർക്കാൻ ഒത്തിരി ടൈം എടുക്കും. മാത്രം ചെറിയ ലാഗ് ഉണ്ട്, ഇപ്പം ഭയങ്കര ലാഗ് അടിക്കുന്നത്. വീഡിയോയിൽ അത് എത്രത്തോളം ലാഗ്, എനിക്കിപ്പോൾ കുറച്ച്. അയ്യോ അളിയന്മാരെ, ഞാനല്ല അത്, നിങ്ങളെന്നെ കണ്ടിട്ടില്ല. നിങ്ങളെന്നെ കണ്ടിട്ടില്ല, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. അപ്പോൾ അത്യാവശ്യം എന്തോരം ഒന്ന് ലൈറ്റ് ചെയ്തു. എല്ലായിടെ നമ്മുടെ ഒന്നും സ്പോൺ ആവില്ല. നൈറ്റ് വിഷൻ ഉണ്ട് കേട്ടോ, അതാ ഇപ്പം നൈറ്റ് ആവാത്ത പോലെ. ഇത് തന്നെ കണ്ടോ, നൈറ്റ് വിഷൻ ഓഫ് ചെയ്യുമ്പോൾ അയ്യോ കുറച്ചൊന്നും പോലെ. കോളനിക്കിപ്പോൾ ഭയങ്കര വിലപ്പെട്ട സാധനമാണ്. കയ്യിൽ കുറച്ചുണ്ടെങ്കിൽ എടാ സ്കെലട്ടൻസിനൊക്കെ കാര്യം. സ്ട്രെയിറ്റ് പാറ്റേണുള്ള സ്കെലട്ടൻ്റെ ഫ്രണ്ടിൽ ഓടരുത്, ഓടെ അടിച്ച് അമ്മ രണ്ടാക്കി തരും. എവിടെയായിരുന്നു അവൻ? ഇങ്ങോട്ടേക്ക് ഉണ്ട്, ഫുള്ള് ലൈറ്റാണ്. ഞാൻ ചെയ്തിട്ട് വരാടാ. എടാ ഇവിടെയോ ആരോ വിസിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇതൊന്നും ഞാൻ വെച്ച ബ്ലോക്ക് അല്ല. ഇവിടെ ഈ താഴെ ഇത്രയും വലിയൊരു കുഴി ഉണ്ടായിട്ട് ഞാൻ കണ്ടില്ലല്ലോ ഇവിടെ.
അത്യാവശ്യം വന്നാൽ കോളൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോഴും ഞാൻ സ്ഥലം ഫുള്ള് വിസിറ്റ് ചെയ്തില്ല. ഇപ്പോഴാണ് അവിടെയൊക്കെ കാണുന്നത്. പണി കിട്ടാൻ ഞാൻ ഇനി ഇവിടെയും വേറെ വല്ലവനും വന്ന് എടുത്താ പെട്ടു. സ്ലാഷ് ബയ്യോ ഒന്നുമില്ല അല്ലേ? അയ്യോ മറ്റോ പോയില്ല. അയ്യോ ഇവിടെ കൊറേ പേരുണ്ടോ. ഇവിടെ വിളിച്ചിരിക്കാം. ചത്ര ഇല്ലടാ, അടിക്കാം അവനെ അടിക്കാതെ തന്നെ ഇരിക്കുന്നല്ലേ. എടാ ഇതെന്നാണ് ഇങ്ങനെ? എടാ ലാഗ് കാരണം കളിക്കാനും പറ്റുന്നില്ല. താഴെയൊക്കെ കിടന്ന് ഉറങ്ങണം. ഇവിടെ ചൊത്തി ഹീലിയട്ടെ. കളിക്കില്ലടാ നീ. ഹീലിയുടെ കുട്ട കളിക്കല്ലേ. ലാഗ് കാരണം കളിക്കാൻ പറ്റണല്ലോടാ, അതാ പറ്റിയ. തീർത്തറാന് ഞാൻ തീർത്ത്. പിന്നെ ഒരുത്തരും കൂടെ ഉണ്ടായിരുന്നു. അതെ അവൻ ഡിസ്പോ അടിച്ചു. ഇല്ല റെൻഡർ ആവാത്ത. ഇപ്പൊ രാവിലെ ആകുമ്പോ കത്തിച്ചാവടെ നീക്ക് കത്തിച്ചാവും. നീ കണ്ടോ? ഇത് ഞാൻ ചുമ്മാ ഒന്ന് വെച്ചൊരു സാധനമാണ്. കാരണം ഇവിടെ സ്പോൺ സെറ്റ് ആക്കാൻ വേണ്ടി നമുക്കത് വീടാക്കാടാ. ഇവിടെ വീടാക്കാം, അതായിരിക്കും നല്ലത്. അവൻ പോയില്ല. സ്കെൽട്ടൻ പോയി. അതിന് മഞ്ഞ സമ്മതിട്ടാ പിന്നെ എടുക്കാം. പോയില്ലടാ പട്ടി, കഷ്ടം. അപ്പം ശരി, ചെറിയൊരു പ്രശ്നം പറ്റി. ഞാൻ ക്യുഫ് അസംബ്ലിയിൽ കുറച്ച് മരമൊക്കെ വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് എന്നെ അതിൽ നിന്ന് ഔട്ടാക്കി വിട്ട്. എനിക്കപ്പോൾ കയറാൻ പറ്റുന്നില്ല. ഗെറ്റ് സപ്പോർട്ട് എന്നെങ്ങാണ്ടാണ് പറയണേ. എനിക്കറിയില്ല എന്നാ സംഭവം എന്ന്. അപ്പോൾ ഇപ്പം ഞാൻ കറണ്ടിൽ ഒരു ഔട്ടർ എടുക്കാൻ വേണ്ടി മാഗിൽ കയറിയതാണ്. മാഗംസി ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം. മാഗ് നെറ്റ്വർക്കിൻ്റെ ഏറ്റവും അടിയിൽ ഇപ്പം കാണാം. ഇപ്പം കാണത്തില്ലേ? ഇതാണോടാ അതിൻ്റെ IP. ആടാ. അപ്പോൾ എനിക്ക് പോർട്ട് അറിയില്ല ബെഡ്റോക്ക് ആണെങ്കിൽ. ഞാൻ ജസ്റ്റ് റൗട്ടർ എടുക്കാൻ വേണ്ടി കയറിയെന്നുള്ളൂ. നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കുക. ക്യുഫ് അസംബ്ലിയുടെ അടുത്ത വീഡിയോ കാണുന്നവരെ എന്നല്ല, ഏത് വീഡിയോയിലും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗായ്സ്.